ഇന്ത്യൻ സിനിമയിലെ ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അന്നും ഇന്നും വലിയ അലയൊലികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ തമിഴക രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ്. തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയുടെ പ്രചാരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ചെന്നൈ പനയൂരിലെ വസതിയിൽ നിന്നാണ് വാഹനം പിടിച്ചെടുത്തിരിക്കുന്നതും. വാഹനത്തിലെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി ചട്ടങ്ങൾ ലംഘിച്ചു എന്നാണ് പ്രാഥമികമായ നിഗമനവും. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ഉടനീളം DVK പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അപ്പാടെ ഉലച്ചുകൊണ്ട് CBIയുടെ ഈ അപ്രതീക്ഷിത നടപടി. വിജയ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രത്യേകം സജ്ജമാക്കിയ ഹൈടെക് വാഹനമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇന്ന് ഉച്ചയോടെ കസ്റ്റഡിയിൽ എടുത്തത്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ചില സാങ്കേതിക ഉപകരണങ്ങൾ കൃത്യമായ അനുമതിയില്ലാതെ വാഹനത്തിൽ ഘടിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിന്മേലാണ് ഈ നടപടിയെന്ന് CBI വൃത്തങ്ങൾ നൽകുന്ന സൂചന. ചെന്നൈയിലെ പനയൂരിലെ വിജയുടെ വസതിക്ക് മുന്നിൽ വെച്ചായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഈ നീക്കവും. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ഈ നടപടിയെന്ന് TVK നേതൃത്വം ആരോപിച്ചിട്ടുണ്ട്. വിജയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയിൽ ഭയന്നാണ് ഇത്തരം നീക്കങ്ങളെന്നും ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും പാർട്ടി വക്താക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്ത വന്നതോടെ ചെന്നൈയിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ക്രമസമാധാന പാലനത്തിനായി തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പോലീസ് സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്.